നമ്മുടെ ജീവിതത്തിൽ നെഞ്ചു പൊട്ടിപ്പോകുന്നത് പോലെ കണ്ണുനീരിൻ്റെ അനുഭവങ്ങളിൽ വളരെയേറെ ആശ്വാസം നൽകുന്ന വചനങ്ങളാണ് യെശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ കണ്ണ് നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീൻ എന്നൊരു വാക്ക് പുറകിൽ നിന്ന് കേൾക്കും. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 20-21 വചനങ്ങൾ. എത്രയധികം ആശ്വാസം നൽകുന്ന വചനങ്ങൾ ആണിത്. ഭൂമിയിൽ പലതരത്തിലുള്ള ബന്ധങ്ങളും നമുക്ക് കാണുവാൻ കഴിയും. ഒരിക്കലും തകരില്ലെന്ന് കരുതിയ പല ബന്ധങ്ങളും തകർന്നു പോകാം. ജീവിതാവസാനം വരെ കൂടെ നിൽക്കും, കരുതും എന്ന് വിചാരിച്ചവർ പോലും അകന്നു പോകാം. നാം ഒരുപാട് നന്മകൾ ചെയ്തു കൊടുത്തവർ നമ്മെ പരിപൂർണമായി മറന്നു എന്ന് വരാം. ലോകത്തിലെ ഒരു ബന്ധവും ശാശ്വതമല്ല, എല്ലാം താൽക്കാലികമാണ്. ഏറി വന്നാൽ ശവകുടീരം വരെ മാത്രമാണ് ലോകത്തിലെ ഒരു ബന്ധവും, അതിനപ്പുറത്തേക്ക് കാണുന്നില്ല. നാം ഒരുപാട് നന്മകൾ ചെയ്ത് കൊടുത്തവർ നമ്മെ പരിപൂർണമായി മറന്നു എന്ന് വരാം. ലോകത്തിലെ ഏതൊരു ബന്ധവും ശാശ്വതമല്ല എന്ന് നമുക്കറിയാം. എല്ലാം താൽക്കാലികം, കൂടി വന്നാൽ ശവക്കുഴി വരെ മാത്രം. ലോകത്തിലെ ഒരു ബന്ധവും അതിനപ്പുറത്തേക്ക് കാണുന്നില്ല. എന്നാൽ യേശുവുമായി ഈ ലോകത്തിൽ ഒരു ബന്ധം നമുക്കുണ്ടെങ്കിൽ ആ ബന്ധം മരണത്തിനപ്പുറം നമ്മെ നിത്യതയിലേക്ക് എത്തിക്കുവാൻ ഇടയായിത്തീരും. ഈ ലോകത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും വരുമ്പോൾ യേശു അതിൻ്റെ മധ്യേ നമ്മുടെ കൂടെ നടക്കുന്നു. പ്രതിസന്ധികളുടെ മധ്യേ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുമ്പോൾ ഇതാണ് വഴിയെന്ന് പറഞ്ഞ് കൂടെ നടക്കുന്നു. വഴിയിൽ വീണു പോകുമ്പോൾ നമ്മെ കരങ്ങളിൽ കോരിയെടുക്കുന്നു, തോളിൽ വഹിക്കുന്നു. ഒരിടയനെ പോലെ അവൻ തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യുന്നതാണ് ദൈവത്തിൻ്റെ സ്നേഹം. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായം അതിൻ്റെ 11-ാമത് വചനം. പലപ്പോഴും താങ്ങാനാകാത്ത ഭാരം കൊണ്ട് നാം വീണു പോകാറുണ്ട്. ഹൃദയത്തിനേറ്റ മുറിവുകളും ഭാരങ്ങളും രോഗങ്ങളും കൊണ്ട് താങ്ങാനാകാതെ ഉള്ളം പിടഞ്ഞ് എത്ര തവണ ആരും കാണാതെ നീ കരഞ്ഞിട്ടുണ്ട്. എന്നാൽ എല്ലാം കാണുന്ന ഒരു ദൈവം മറ്റാരും കാണാത്ത നിന്റെ കണ്ണുനീരും ദുഃഖവും കണ്ട് കൂടെയിരുന്ന് ആശ്വാസം നൽകിയിട്ടില്ലേ? കഷ്ടതകളിൽ താങ്ങുന്ന ഒരു ദൈവം നമുക്കുണ്ട്. നമ്മുടെ കണ്ണുനീരിനെ അളന്ന് കുപ്പിയിൽ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് നിന്റെ ഓരോ വികാരങ്ങളും അറിയുവാൻ കഴിയും. നിന്റെ ചെറിയ ആഗ്രഹങ്ങൾ പോലും ദൈവം കാണുന്നു. നമ്മുടെ ഹൃദയം നുറുങ്ങുമ്പോൾ അവനും നമ്മോടൊപ്പം കരയുന്നു. സ്വന്തം സഹോദരനായ ലാസർ മരിച്ചപ്പോൾ അലമുറയിട്ട് കരഞ്ഞ സഹോദരിയുടെ ദുഃഖം കണ്ടപ്പോൾ എന്താണ് സംഭവിച്ചത്? യേശു കണ്ണുനീർ വാർത്തു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 35-ാമത് വചനം. നമ്മുടെ വേദനകളിൽ നമ്മോടൊപ്പം കരയുന്നവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ജീവിതത്തിലെ ഒരു സാഹചര്യത്തിലും നാം ഏകരല്ല. മനുഷ്യരിൽ ആശ്രയിച്ച് അവർ കൈവിടുമ്പോഴാണ് നാം ഏകരാണെന്ന് നമുക്ക് തോന്നുന്നത്. അപ്പോൾ നാം തളർന്നു പോകുവാൻ ഇടയായിത്തീരും. സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യരിൽ ആശ്രയിക്കാതെ സഹായിപ്പാൻ കഴിയുന്ന ദൈവത്തിൽ ആശ്രയിക്കുക. അവൻ്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുക. എന്താണ് അവൻ്റെ വാഗ്ദത്തം? എത്രയോ മനോഹരമായാണ് യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം നമുക്ക് അത് പറഞ്ഞു തരുന്നത്. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്ന് പോകും. നിന്നോട് വിവാദിക്കുന്നവർ നശിച്ച് ഇല്ലാതെയാകും. നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും, കാണുകയില്ലതാനും. നിന്നോട് യുദ്ധം ചെയ്യുന്നവർ നാസ്തിത്വവും ഇല്ലായ്മയും പോലെയാകും. നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലം കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറഞ്ഞു. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 13 വരെയുള്ള വേദഭാഗങ്ങൾ. വലങ്കൈ പിടിക്കുവാൻ, എന്നും കൂടെ ഇരിക്കുവാൻ, എന്നും സഹായിപ്പാൻ നിത്യനായ ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഭയം എന്തിനാണ്? അവൻ നമ്മെ കാണുന്നു,
നമ്മെ അറിയുന്നു, എല്ലാം നമ്മുടെ നന്മയ്ക്കായി മാറ്റുന്നു. സുവിശേഷത്തിൽ നിന്നും വ്യതിചലിക്കുന്നത് കൊണ്ടാണ് ഉള്ളം ഭാരപ്പെടുന്നത്. എൻ്റെ ദൈവമറിയാതെ യാതൊന്നും സംഭവിക്കുകയില്ല എന്നും ജീവിതത്തിൽ സംഭവിക്കുന്ന സകലത്തിനെയും തമ്പുരാൻ നന്മയ്ക്കായി മാറ്റുമെന്നും വിശ്വസിക്കുന്നവർക്ക് ഭാരപ്പെടേണ്ട കാര്യമില്ല. ജീവിതത്തിൽ ദൈവം തന്ന പനിനീർപ്പൂക്കൾക്ക് നാം നന്ദിയും സ്തുതിയും കരയേറ്റുന്നവരാണ്. എന്നാൽ ദൈവം ജീവിതത്തിൽ തന്ന മുള്ളുകൾക്കായി ഒരിക്കൽ പോലും നന്ദി പറഞ്ഞുവോ? ഇല്ലെങ്കിൽ പറയണം. കാരണം ജീവിതത്തിൽ ദൈവം മുള്ളുകൾ തന്നില്ലായിരുന്നു എങ്കിൽ നാം ദൈവത്തെ രുചിച്ചറിയുമായിരുന്നില്ല. വേദനകളിലൂടെയും കണ്ണുനീരിൻ്റെയും പാതകളാണല്ലോ ദൈവത്തിൻ്റെ അടുക്കൽ നമ്മെ ചേർത്ത് നിർത്തുന്നത്. കണ്ണുനീരിൻ്റെ കാർമേഘത്തിലാണ് മാരിവില്ലിൻ്റെ മനോഹരത്വം അനുഭവിക്കുവാൻ കഴിയുക. ഈ ലോക ജീവിതത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളുമുണ്ട്. എന്നാൽ അതിലുപരിയായി ദൈവകൃപയും ഉണ്ട്. ഈ കൃപ ആര് സ്വന്തമാക്കും? പൗലോസിൻ്റെ മുള്ളുകളെ പൗലോസ് എത്ര അപേക്ഷിച്ചിട്ടും ദൈവം എടുത്തു മാറ്റിയില്ല. പകരം ദൈവം തൻ്റെ കൃപ പൗലോസിന് ചൊരിഞ്ഞുകൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 9-ാമത് വചനം. ദൈവം തരുന്ന വാഗ്ദത്തങ്ങളിൽ മുറുകെ പിടിക്കാം. വാക്ക് തന്നവൻ വിശ്വസ്തൻ, സകല പ്രതിസന്ധികളിലും നമ്മുടെ കൂടെ ഇരിക്കുന്നവൻ. അതിനാൽ ഏത് കൂരിരുൾ താഴ്വരയാണെങ്കിലും ചങ്കൂറ്റത്തോടെ നമുക്ക് പറയുവാൻ കഴിയണം, നീ എന്നോടുകൂടെ ഇരിക്കുന്നതിനാൽ എനിക്കൊരു ഭയവുമില്ല. ദൈവമേ, നിന്റെ കൃപ എനിക്ക് മതി. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.